ഇനിയിപ്പോൾ നമ്മൾ തൃശ്ശൂരിലേക്ക് പോയാൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇന്ന് വമ്പൻ പ്രശ്നങ്ങളൊക്കെ നടന്നൊരു ദിവസമാണ്. കാരണം കൗൺസിൽ യോഗത്തിനിടയിൽ കയ്യാങ്കളി ഉണ്ടായി. മേയർ നിജി ജസ്റ്റിനെ ഇടത് കൗൺസിലർമാർ ഉപരോധിച്ചു. 13 കൗൺസിലർമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു. ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ തൃശ്ശൂരിൽ നിന്ന് ചേർന്നുണ്ട്. ലെവിനെ, ഈ ഒരു കൂട്ടയടിയുടെ ദൃശ്യങ്ങളാണ്. എന്താണ് പ്രകോപനം? എന്താണ് വിഷയം എന്താണ്? തൃശൂർ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി മൂന്നാമത്തെ കൗൺസിലാണ് ഇത്തരത്തിലൊരു വലിയ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. 1-2 കൗൺസിൽ യോഗങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് മൂന്നാമത്തെ കൗൺസിൽ നടക്കുകയായിരുന്നു. രാവിലെ 10 മണിയോടുകൂടി 11 മണിയോടുകൂടി കൗൺസിൽ ആരംഭിച്ചു. ഉച്ചയ്ക്ക് 1:15 ഉണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് തൃശൂർ കോർപ്പറേഷനിൽ പുതിയതായി ഭരണത്തിൽ വന്ന കോൺഗ്രസ് ഭരണസമിതി കഴിഞ്ഞ 10 വർഷം കോർപ്പറേഷനിൽ ഭരണം നടത്തിയ LDF ഭരണസമിതിയുടെ മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ധനസ്ഥിതി അടക്കം വിവരിച്ചുകൊണ്ടുള്ള ധവളപത്രം അവതരിപ്പിക്കാനുള്ള ശ്രമം കൗൺസിൽ യോഗത്തിൽ നടത്തി. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷം തങ്ങളെ ആക്രമിച്ചത് എന്നുള്ളതാണ് മേയർ നിജി ജസ്റ്റിന്റെയും ഡെപ്യൂട്ടി മേയർ എ പ്രസാദിന്റെയും അടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ കൗൺസിൽ യോഗത്തിൽ വിവിധ പ്രശ്നങ്ങളെ ചൊല്ലി ബഹളങ്ങൾ ഉണ്ടാവുകയും അതേ തുടർന്ന് മേയറെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം ഉണ്ടായി എന്ന് ഭരണപക്ഷം ആരോപിക്കുകയും തങ്ങൾ കയ്യേറ്റം നടത്തിയിട്ടില്ല എന്നുള്ള വിശദീകരണം LDF നടത്തുകയും ഒക്കെ ചെയ്തു. സംഭവം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്: ധവളപത്രം അവതരിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങളെ LDF അംഗങ്ങൾ ചേർന്ന് പ്രതിരോധിക്കാൻ ശ്രമിച്ചു. 2 കാര്യങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് അവർ പ്രതിരോധ വാദങ്ങൾ ഉയർത്തിയത്. ഒന്ന്, കോർപ്പറേഷനിൽ കോൺഗ്രസ് ഭരണത്തിലെത്തിയതിനു ശേഷം വിവിധ ജോലികളിൽ അനധികൃത നിയമനങ്ങൾ നടത്തുകയും അനധികൃതമായി പിരിച്ചുവിടൽ നടത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് LDFന്റേതായിട്ടുള്ള ഒന്നാമത്തെ ആരോപണം. രണ്ടാമത്തെ ആരോപണങ്ങൾ BJP അംഗങ്ങൾക്ക് കൃത്യമായ സ്ഥാനം നിശ്ചയിച്ച് കോർപ്പറേഷനിൽ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ LDF അംഗങ്ങൾ ഒന്നിച്ചിരിക്കാതെ വിഭജിച്ച് പല സ്ഥലങ്ങളിലായി സീറ്റിംഗ് അറേഞ്ച്മെന്റ് നടത്തി അത് പരിഹരിക്കണം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് ഇവർ പൊതുചർച്ചയിൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ ഈ പൊതുചർച്ച ആരംഭിച്ച് ഈ ചർച്ചയ്ക്ക് മറുപടി പറയാതെ ധവളപത്രം അവതരിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കോർപ്പറേഷൻ അധികാരികൾ, മേയറും ഡെപ്യൂട്ടി മേയറും കടന്നു എന്നുള്ളതാണ് ആരോപണം. അതേ തുടർന്നുള്ള സ്വാഭാവിക പ്രതിഷേധമാണ് LDFന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ കയ്യൂക്ക് കൊണ്ട് തങ്ങളെ നേരിടാനാണ് കോൺഗ്രസ് ഭരണസമിതി അംഗങ്ങളിൽ കൂടുതലുള്ള ആളുകൾ ശ്രമിച്ചത് എന്നുള്ളതാണ് ആരോപണം. ഏതായാലും ഈ സംഘർഷത്തെ തുടർന്ന് 13 LDF കൗൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഈ കൗൺസിലർമാർ എത്തി മേയറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും മേയറും ഡെപ്യൂട്ടി മേയറും ഈ വിഷയത്തിൽ പരാതി നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചു വരികയാണ് എന്നുള്ളതാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ശരി, അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൃശ്ശൂരിൽ ഈ കോർപ്പറേഷൻ കൗൺസിലിടെ കൂട്ടയടിയായിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.